ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂലൈ 3 നമ്മുടെ സഭയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് ദുഃഖറാന, വിശുദ്ധ തോമാസ് ലീഹായുടെ ഓർമ്മദിനം. നമ്മുടെ വിശ്വാസം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ പിതാവ്. പ്രിയ കൂട്ടുകാരെ, നമുക്കിന്ന് ഓർക്കാം വിശുദ്ധ തോമാസ് ലീഹ എത്തി നിന്ന ആ ഒരു വചനം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ആ ഉറപ്പുള്ള വിളി നമ്മുടെ ജീവിതത്തിലും നമുക്ക് എപ്പോഴും വിളിക്കാം. സുറിയാനിയിൽ മാർ വാലഹ് എന്ന് പറയുന്ന ആ വാക്ക്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഇന്നത്തെ ദിവസം മുഴുവൻ അത് നമുക്ക് സുഹൃത ജപമായി ഉപയോഗിക്കാം. കർത്താവിനെ കണ്ടെത്തിയപ്പോൾ, തൊട്ടറിഞ്ഞപ്പോൾ തോമാസ് ലീഹായുടെ ആദരത്തിൽ നിന്നും ഉതിർന്ന വാക്കുകളാണ് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. തോമാസ് ലീഹ കണ്ടിട്ടേ വിശ്വസിച്ചുള്ളൂ. കാണാതെ വിശ്വസിക്കുന്നവർ അതിനേക്കാൾ ഭാഗ്യവാന്മാരാണെന്ന് പറഞ്ഞ് നമുക്ക് ഏറെ പ്രതീക്ഷ തന്നു. അന്ന് കാണാതെ വിശ്വസിക്കുന്ന നമ്മൾ ഭാഗ്യവാന്മാരായി തീരാൻ എപ്പോഴും നമുക്ക് നമ്മുടെ ഈശോയുടെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് നമുക്ക് പറയാം. പ്രിയ സഹോദരങ്ങളെ, തോമാസ് ലീഹ എന്തിനും ഈശോയോടൊപ്പം പോവാൻ ധൈര്യം കാണിച്ചിട്ടുള്ള ഒരു അപ്പസ്തോലനാണ്. ലാസറിൻ്റെ നാട്ടിൽ പോവാം, നമുക്കൊരുമിച്ച് പോവാം, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. അങ്ങനെ ഈശോയോടൊപ്പം നിന്ന, ഈശോയുടെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് ധൈര്യപൂർവം അനുഗമിച്ച ഒരു അപ്പസ്തോലൻ. അതുകൊണ്ടായിരിക്കും വാശി പിടിച്ചത്, കണ്ടിട്ടേ വിശ്വസിക്കുള്ളൂ എന്ന്. കാരണം ആൾ പുറത്ത് പോകുമ്പോഴാണ് എപ്പോഴും വരുന്നത്. അപ്പോൾ ചില ദുർവാശികളുണ്ടല്ലോ, അത് ചിലത് നല്ലതിനായിരിക്കും. കണ്ടിട്ടേ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഗുരുവിന് അത് ഉപേക്ഷിക്കാൻ പറ്റിയില്ല. കാരണം അത്രമാത്രം തൻ്റെ അപ്പസ്തോലന്മാരെ ഈശോ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് പിന്നീട് ആൾ ഉള്ള സമയത്ത് വന്നു, എന്നിട്ട് വിശ്വസിപ്പിച്ചു. നമുക്കിന്ന് ഏറ്റുചൊല്ലാം മാർ വാലഹ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് നമുക്ക് ഏറ്റുചൊല്ലാം. ആഴമുള്ള വിശ്വാസം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത്, ഇന്ന് പരിശുദ്ധ റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാളിന് ഒരുക്കമായുള്ള 3ാമത്തെ ദിവസമാണ്. ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത് മൊണ്ടിക്കാരിയിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ള, ഫൊണ്ടനെല്ലിയിലെ മൊണ്ടിക്കാരിയിൽ നിന്നും കിട്ടിയിട്ടുള്ള ആ പുസ്തകത്തിലെ 5ാമത്തെ അപ്പേറേഷൻ. അത് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് 6ാമത്തെ, അതിനുശേഷം വന്ന ഒരു പ്രത്യക്ഷപ്പെടലാണ് പറയാൻ പോകുന്നത്. 1947 ഡിസംബർ 7 അതുണ്ടായത്. വീണ്ടും ദേവാലയത്തിൽ തന്നെയാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. പക്ഷേ അന്ന് അവിടെ 3 ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. പരിശുദ്ധ അമ്മ അന്ന് വെള്ള ഒരു ഗൗണാണത്രേ ധരിച്ചിരുന്നത്. അമ്മയുടെ 2 കരങ്ങളിലും 2 സൈഡിലും ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. റൈറ്റ് സൈഡിൽ ആൺകുട്ടിയും ലെഫ്റ്റ് സൈഡിൽ ഒരു പെൺകുട്ടിയും. അവരും വൈറ്റ് ഡ്രസ്സിലാണ് വന്നത്. അന്ന് അമ്മ പറഞ്ഞു, നാളെ ഞാൻ നിനക്ക് എൻ്റെ വിമല ഹൃദയം കാണിച്ചു തരാം. അത് വളരെ കുറച്ച് മനുഷ്യർക്കേ അതിനെക്കുറിച്ച് അറിയുള്ളൂ. എന്നിട്ട് അമ്മ പറഞ്ഞു, ഞാൻ ഫാത്തിമയിൽ ഞാൻ ഈ ഒരു വിമല ഹൃദയ ഭക്തിയാണ് പറഞ്ഞു കൊടുത്തത്. പിന്നെയും അമ്മ പറഞ്ഞു, ബൊണേറ്റയിൽ ഞാൻ ഇതുപോലെ ഈ ഡിവോഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു.
ബൊണേറ്റ് എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ യുദ്ധകാലത്ത് പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലമാണ്, ബെർഗാമോയ്ക്ക് അടുത്തുള്ളത്. അങ്ങനെ പരിശുദ്ധ അമ്മ പറഞ്ഞു, ഞാൻ ഇപ്പോൾ മോണ്ടിക്കാരിയിൽ വന്ന് വീണ്ടും ആഗ്രഹിക്കുന്നു. മറ്റൊരു ഡിവോഷൻ നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുകയാണ്. റോസാ മിസ്റ്റിക്ക, പരിശുദ്ധ റോസാ മിസ്റ്റിക്ക മാതാവിനോടുള്ളൊരു ഭക്തി. റോസാ മിസ്റ്റിക്ക വീണ്ടും അരുളി ചെയ്യുകയാണ്, എൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തിയും ഇപ്പോൾ ഞാനിവിടെ പ്രത്യക്ഷപ്പെട്ട് പറയുന്ന റോസാ മിസ്റ്റിക്ക മാതാവായ എൻ്റെ ആഗ്രഹങ്ങളും ഇത് എല്ലാ സന്യാസ സമൂഹങ്ങളിലും എത്തണം. ഇത് ആചരിക്കുന്ന ഓരോ ആത്മാക്കളും ദൈവത്തോട് സമർപ്പണം ചെയ്യപ്പെടും. പൂർണ്ണമായും ദൈവത്തിനാക്കി മാറ്റും അവരെ. അനേകം കൃപകൾ അവർക്ക് എൻ്റെ മാതൃഹൃദയം വിതരണം ചെയ്യും. അപ്പോൾ പെരിനാഗിലി ചോദിച്ചു, ഇതേതാണ് ഈ കുട്ടികൾ? പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇത് ജസീന്തായും ഫ്രാൻസിസ്കോയുമാണ്. അവരെപ്പോഴും നിൻ്റെ കൂടെയുണ്ട്. അവർ എനിക്ക് വേണ്ടി വളരെയധികം സഹിച്ചു. അവർ നിന്നേക്കാൾ എത്രയോ ചെറുതായിരുന്നു. നിനക്ക് മനസ്സിലാക്കാമല്ലോ എന്താണ് ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. വളരെ സിമ്പിളായിരിക്കുക, നല്ലവളായിരിക്കുക, എളിമയുള്ളവരായിരിക്കുക, ഈ കുട്ടികളെപ്പോലെ. ഇത് പറഞ്ഞു കഴിഞ്ഞ് പരിശുദ്ധ അമ്മ തൻ്റെ കരങ്ങൾ നീട്ടി സ്വർഗത്തിലേക്ക് ഉയർത്തി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അമ്മ അപ്രത്യക്ഷയായി. സിയ ബെനഡിത്തോ ഇൽ സിഗ്നോർ. അതിൻ്റെ അർത്ഥം പ്രേസ്ഡ് ബി ദ ലോർഡ് എന്നാണ്. ഇങ്ങനെയായിരുന്നു പരിശുദ്ധ അമ്മയുടെ 6ാമത്തെ പ്രത്യക്ഷീകരണം. പ്രിയ കൂട്ടുകാരെ, ഇവിടെ അമ്മ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത് അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള സമർപ്പണം. ഫാത്തിമയിലെ മെയിനായിട്ട് അമ്മ പറഞ്ഞത്, പ്രധാനമായിട്ട് അമ്മ പറഞ്ഞത്, എൻ്റെ വിമല ഹൃദയത്തിന് റഷ്യയെ സമർപ്പിക്കുക, ലോകം മുഴുവനെ സമർപ്പിക്കുക, വിമല ഹൃദയത്തിന് നമ്മൾ പ്രതിഷ്ഠിക്കുക എന്നാണ്. ആ വിമല ഹൃദയ പ്രതിഷ്ഠയാണ് നമ്മൾ ഓരോ വർഷവും പുതുക്കി എല്ലാ ദിവസവും ആവർത്തിച്ച് അമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നിജ്വാലയിലേക്ക് നമ്മെ തന്നെയും ലോകം മുഴുവനെയും സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. വിമല ഹൃദയത്തോടുള്ള ഭക്തിയും ഒപ്പം റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ ഡിവോഷൻ, പ്രത്യേകിച്ചും സമർപ്പിത മക്കൾക്ക് വേണ്ടി നമ്മൾ ആദ്യം കണ്ടു കഴിഞ്ഞല്ലോ. ഈ 2 ഭക്തിയും കൂടെ കൊണ്ടുപോകുമ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ നിങ്ങളെ ദൈവത്തിന് സമർപ്പിക്കും. നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഞാൻ എൻ്റെ ഈ ഹൃദയം വഴി നേടിത്തരും. ഫാത്തിമയിലെയും മൊണ്ടിക്കാരിയിലെയും എല്ലാ പ്രത്യക്ഷീകരണങ്ങളും തമ്മിൽ ബന്ധമുണ്ട് എന്നറിയിക്കാൻ പരിശുദ്ധ അമ്മ ജസീന്തായെയും ഫ്രാൻസിസ്കോയെയും ദർശനത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു വ്യത്യസ്തത. പ്രിയ സഹോദരങ്ങളെ, അമ്മ മാതാവ് എന്താണ് പറയുന്നത്? എവിടെയും എപ്പോഴും അമ്മ മാതാവ് പറയുന്നത് സാധനങ്ങൾ വാങ്ങിക്കൂട്ടി വയ്ക്കാനോ അതല്ലെങ്കിൽ പലതരം ബാഹ്യമായ കാര്യങ്ങൾ ചെയ്യാനോ അല്ല. അമ്മ നമ്മോട് എപ്പോഴും ആവശ്യപ്പെടുന്നത് പ്രയർ, ഗ്രേറ്റ് സാക്രിഫൈസസ്, പെനിറ്റൻസ്, പ്രാർത്ഥന, 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 സഹനമേറ്റെടുക്കുക, പരിഹാരം ചെയ്യുക, പാപങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ അനുതപിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഇത് 3ഉം നമുക്ക് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു വയ്ക്കാം. വേറെ എന്ത് കാര്യങ്ങളും നമ്മെ വഴിതിരിക്കാനായി പലയിടത്തുനിന്ന് കേട്ടാലും എപ്പോഴും നമ്മൾ ഓർക്കണം, പരിശുദ്ധ കുർബാന എന്ന വലിയ പ്രൊട്ടക്ഷൻ, അതിനേക്കാളും വലിയ ഒരുക്കമില്ല. 10 കൽപ്പനകൾ പാലിച്ച് നമ്മുടെ ജീവിതം ഈശോയുടെ ഇഷ്ടമനുസരിച്ചാക്കിയാൽ പിന്നെ ഒന്നും കരുതി വയ്ക്കണ്ട. അതുമാത്രം മതി. ഈശോയുടെ തിരുശരീരവും തിരുരക്തവും അത് കിട്ടാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ കരുതി വച്ചാൽ നല്ലതാണ്. അത് നമുക്ക് പരിശുദ്ധമായ ബലിയിൽ തന്നെയേ കിട്ടുകയുള്ളൂ.
ആ ബലി ലോകാവസാനം വരെ നിലനിൽക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് വിശുദ്ധരായ പുരോഹിതരാണ്. ആ പുരോഹിതരെ വിശുദ്ധിയുള്ളവരാക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ളത് അമ്മ പറഞ്ഞതുപോലെ പ്രാർത്ഥന, പരിഹാരം, അനുതാപമാണ്. അപ്പോൾ നമ്മൾ എന്തിലേക്കാണ് നോക്കേണ്ടത്? ദിവ്യബലി മുടങ്ങാതെ കിട്ടണം നമുക്ക്. വരും കാലങ്ങളിലെല്ലാം എന്തൊക്കെ സംഭവിക്കും നമുക്കറിയില്ല. പക്ഷേ ഒരു പുരോഹിതൻ നമ്മുടെ ലോകത്തില്ലാതായാൽ കുർബാന ഇല്ലാതാകും. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഒരുങ്ങേണ്ടത്? ഒരു പുരോഹിതൻ ഉണ്ടാകണം. വിശുദ്ധിയുള്ളൊരു പുരോഹിതൻ നമ്മുടെ ഈ ഒരുക്കത്തിൽ കൂടെ, സഹനത്തിൽ കൂടെ ഉണ്ടാകണം. അപ്പോൾ പരിശുദ്ധ കുർബാന നമുക്ക് മുടങ്ങാതെ കിട്ടും. പ്രാർത്ഥന, പരിഹാരം, അനുതാപം നമുക്കിത് മനസ്സിൽ വയ്ക്കാം. നമ്മുടെ ജീവിതം പ്രാർത്ഥനയാക്കി മാറ്റാം. അനുദിന ജീവിതത്തിലുണ്ടാകുന്ന സഹനം, അതാണ് അമ്മ പറഞ്ഞത്. പരിഹാരം എന്താണ് ഞങ്ങൾ പരിഹാരം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞില്ല മുള്ളരഞ്ഞാണ് കെട്ടണമെന്നോ. അത് വിശുദ്ധർക്ക് പറഞ്ഞിട്ടുള്ളതായിരിക്കാം, ഓരോരുത്തർക്കും പ്രത്യേക രീതിയിൽ ചെയ്യാം. പക്ഷേ അമ്മ പറഞ്ഞത് അതല്ല. നിൻ്റെ അനുദിന ജീവിതത്തിൽ, വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് പോലെ, അനുദിന ജീവിതത്തിലെ കുരിശെടുത്ത് നീ അത് പരിഹാര മനോഭാവത്തോടു കൂടെ ലോകത്തിനു വേണ്ടിയും സമർപ്പിതർക്ക് വേണ്ടിയും കാഴ്ചവെച്ചാൽ മതി. അനുദിന ജീവിതത്തിലെ കുരിശെടുക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ ഏറ്റവും പ്രധാനം. അല്ലാതെ 10 കിലോൻ്റെ കല്ലുകട്ട വെച്ചിരുന്ന് മുട്ടുകുത്തി നിന്നു അത് നമുക്ക് സാധിക്കും. പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുപ്പിച്ചില്ലിൻ്റെ പൊടികളിട്ട് അത് മുട്ടുകുത്തി നിൽക്കുന്നത് അരമണിക്കൂർ. അതൊന്നും വലിയ കാര്യമല്ല. പക്ഷെ നമുക്ക് സാധിക്കാത്തത് നമ്മുടെ അനുദിന ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന വേദനകൾ, മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന അപമാനങ്ങൾ, ചതികൾ, ഇതൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന മനസ്സോടെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഈ ഇഷ്ടികയിന്മേൽ കയറി നിൽക്കുന്നതിനേക്കാളും, ചരലിന്മേൽ മുട്ടുകുത്തുന്നതിനേക്കാളും, കുപ്പിച്ചിലിന്മേൽ മുട്ടുകുത്തുന്നതിനേക്കാളും ഒക്കെ വലുതാണ് നിൻ്റെ അനുദിന ജീവിതത്തിലെ കുരിശ്. അരമണിക്കൂർ ചരലിൽ മുട്ടുകുത്തി നിൽക്കാം, കുഴപ്പമൊന്നുമില്ല എനിക്ക്. പക്ഷേ അനുദിന ജീവിതത്തിൽ ഈശോ തന്ന മാരകമായ രോഗമുണ്ടല്ലോ, അതിൻ്റെ ആ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അത് സഹിക്കാൻ അത് എളുപ്പമല്ല. അപ്പോൾ സഹനം, പരിത്യാഗം എന്നൊക്കെ പറയുമ്പോൾ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുള്ളതിലേക്ക് ശ്രദ്ധ കൂടുതൽ പോകാതെ അത് ചെയ്യാം. ജീവിതത്തിൽ സഹനമൊന്നും ഇല്ലാത്തവർ മുള്ളുവേലിയുമോ അല്ലെങ്കിൽ ചരലിലോ കുപ്പിച്ചിലിലോ ഒക്കെ മുട്ടുകുത്തി നിന്നോട്ടെ. പക്ഷേ ശ്രദ്ധിക്കണം, ഇങ്ങനെ മുട്ടുകുത്തിയൊക്കെ നിന്നിട്ട് അനുദിന ജീവിതത്തിൽ നമ്മൾ ഈശോയ്ക്ക് ഇഷ്ടമല്ലാത്ത വണ്ണം പെരുമാറിയാൽ. ഞാൻ അടുത്തൊരാളെ കണ്ടു, 10 കൽപ്പനകൾ ലംഘിച്ചിട്ട് ബൈബിള് വായിക്കുകയാണ്. തൊട്ടപ്പുറത്തെ പറമ്പ് വെറുതെ കിടക്കുകയാണെങ്കിൽ അതിൽ പ്ലാസ്റ്റിക്കും വേസ്റ്റും കൊണ്ടിടാം. അനുവാദമില്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ അവിടെ പ്രേക്ഷിത, ഇവിടെ പ്രേക്ഷിത, നമ്മൾ ഭയങ്കര പ്രാർത്ഥനക്കാരാണ് എന്ന് പറഞ്ഞാൽ അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നിൻ്റെ ജീവിതം മാറ്റ്. സ്വന്തം വീട്ടിലുള്ളവർക്ക് സ്വസ്ഥതയില്ല, വലിയ പ്രേക്ഷിതയാണ് പല സ്ഥലങ്ങളിലെത്തി. അവസാനം മരുമകൾ ഡൈവോഴ്സ് ആവാനാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ജീവിതങ്ങളെ മാറ്റാതെ നമ്മൾ കുറേ പ്രാർത്ഥിച്ചു, കുറേ എണ്ണി തിട്ടപ്പെടുത്തി, കുറേ കാര്യങ്ങൾ എഴുതി വെച്ചു, ഒന്നും അവസാന കാലത്ത് നമ്മെ വലത്തുഭാഗത്തേക്ക് കൊണ്ടുപോകാൻ ഉപകരിക്കില്ല സഹോദരങ്ങളെ. നമ്മളെപ്പോഴും അത് ഓർത്തോളണം. പരിശുദ്ധമായ കുർബാന കൂടുന്നുണ്ടെങ്കിൽ, നിൻ്റെ ജീവിതത്തിൻ്റെ ബാക്കിൽ ചതിയും വഞ്ചനയും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ, കണ്ണുനീരുണ്ടെങ്കിൽ, ആ കുർബാന പോലും വിലയില്ലാതാകും. എന്നിട്ടാണ് നമ്മൾ ലോകത്തിൻ്റേതായ മെറ്റീരിയൽസ് സൂക്ഷിച്ചു വയ്ക്കുന്നത്. നിൻ്റെ ജീവിതം വിശുദ്ധമല്ലെങ്കിൽ ഒന്നും പ്രയോജനീഭവിക്കില്ല. അതെപ്പോഴും മനസ്സിലുണ്ടാകട്ടെ. 3-ാം ദിവസം നമുക്ക് ഒരുങ്ങാം. നമ്മുടെ കർത്താവിനെ നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ ഐ ലവ് യു, ഐ ലവ് യു എന്ന്? ഐ ലവ് യു എന്ന് പറയുമ്പോൾ ഓർക്കണം, ഈശോയിനെ ഞാൻ സ്നേഹിക്കുമ്പോൾ ഈശോയ്ക്ക് ഇഷ്ടമുള്ളതാണോ ഞാൻ ചെയ്യുന്നത്? നമുക്കിതൊക്കെ പരിശോധന നടത്താം. ഈ ദിവസങ്ങളിൽ എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥന ചൊല്ലാം. റോസാമിസ്റ്റിക മാതാവിൻ്റെ നൊവേന ചൊല്ലാം. മാതാവിൻ്റെ രക്തക്കണ്ണുനീർ ജപമാല ചൊല്ലാം. ഇത് 3ഉമാണ് ഈ സന്ദേശത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ചൊല്ലാം.
പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലുത്. അതുപോലെ നമ്മൾ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന എല്ലാ പ്രാർത്ഥനകളും മൊണ്ടിക്കാരിയിലെ അമ്മ പറഞ്ഞത് ഒരു നിയോഗത്തിന് വേണ്ടി, സമർപ്പിത മക്കളുടെ പാപത്തിന് പരിഹാരമായും അവരെ വിശുദ്ധിയിൽ നിലനിർത്തുന്നതിനു വേണ്ടി, പാപങ്ങൾക്ക് പരിഹാരമായിട്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമുക്ക് അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ കാഴ്ചവെക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.